സീമലുല്ലാഹി മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾക്ക് സിഹിറുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ സിഹിറുകളും അതുപോലെ കണ്ണേറുകൾ ഇങ്ങനത്തെ ബലാ മുസീബത്തുകളൊക്കെ നീങ്ങാനുള്ള പരിഹാരം പറഞ്ഞു തരണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടു. സീമലുല്ലാഹി മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, മുഅവ്വിദത്തൈനി അത് നിങ്ങൾ പതിവാക്കിക്കോളി എന്ന് പറഞ്ഞു. അഥവാ 11 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ തന്നെ 11 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതാൻ വേണ്ടി. ഇപ്പോൾ സുബഹി സമയത്തും മഗ്രിബിൻ്റെ സമയത്തും ഓതിയാൽ വലിയ ഫലം കാണുമെന്നും ഈ സിഹിർ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കണ്ണേറ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടി സീം വലില്ലാഹി മഹാനവറുകൾ നിർദ്ദേശിച്ചു കൊടുത്ത ഒരു അമലായിരുന്നു ഈ മുഅവ്വിദത്തൈനി 11 തവണ രാവിലെ സുബഹി സമയത്തും അതുപോലെ തന്നെ മഗ്രിബിൻ്റെ ശേഷം പതിവാക്കിയാൽ വലിയ ഫലമാണെന്ന് പറഞ്ഞു. കണ്ണൂരിനടുത്ത് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സയ്യിദ് അവർ പൂക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഒരു സയ്യിദ് വലിയ കടുപ്പുള്ള തങ്ങളായിരുന്നു. സീം വലില്ലാഹി മഹാനവറുകളുമായി വലിയ ബന്ധമായിരുന്നു. ഇപ്പോൾ സീം വലില്ലാഹി മഹാനവറുകൾ അവരുടെ വീട്ടിൽ പലപ്പോഴും പോവാറും താമസിക്കാറുണ്ട്. അവരുടെ വീടിനടുത്ത് തൊട്ടടുത്തൊരു പുഴയുണ്ട്. പുഴയിൽ നമ്മളെ ടൗണിനടുത്തൊക്കെ ഉള്ള പുഴകളിലൊക്കെ ഈ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ എരുന്ത് എന്ന് പറയും. അതായത് കടുക്കയുടെ അനുജന് ചെറിയ പുഴയിൽ നിന്ന് ലഭിക്കുന്ന അതിനാണ് പറയുക എരുന്ത് എന്ന് പറയും. ചില ഭാഗത്ത് പല നാട്ടിലും പല ഭാഷകളായിരിക്കും. അപ്പോൾ അത് സീം വലില്ലാഹിക്ക് വലിയ ഇഷ്ടമാണ്. അത് നമ്മൾ സാധാരണ നല്ല കറി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആ വീട്ടിൽ ചെല്ലും. ആ സമയത്ത് അവർ അതിൻ്റെ പരിസരത്തുള്ള പുഴയിൽ നിന്നുള്ള ഇത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സയ്യിദ് കുടുംബമായിട്ട് സീം വലില്ലാഹി മഹാനവറുകൾ വലിയ ബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ അവിടെ ചെന്ന പിന്നെ അവിടെ ചെന്ന് അവിടെ താമസിക്കും. അവിടെ നിന്ന് ഇങ്ങനെ നല്ല വലിയ ബന്ധമാണ്. അപ്പോൾ ഒരിക്കൽ സീം വലില്ലാഹി അവിടെ ചെന്ന സമയത്ത് സയ്യിദ് അവറുകൾ പറഞ്ഞു, എനിക്ക് വല്ലാതെ പ്രയാസങ്ങളുണ്ട്, വലിയ വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞ സമയത്ത് സീം വലില്ലാഹി മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾക്ക് സിഹിറുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ സിഹിറുകളും അതുപോലെ കണ്ണേറുകൾ ഇങ്ങനത്തെ ബലാ മുസീബത്തുകളൊക്കെ നീങ്ങാനുള്ള പരിഹാരം പറഞ്ഞു തരണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് സിഹിറുണ്ട്, അത് ഇൻഷാ അല്ലാഹ് അത് ബാത്തിലായിക്കോളും, ഞാൻ ബാത്തിലാക്കാം എന്നൊക്കെ സീം വലില്ലാഹി പറഞ്ഞു. അപ്പോൾ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം പറഞ്ഞപ്പോൾ ആ സമയത്ത് സീം വലില്ലാഹി മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, മുഅവ്വിദത്തൈനി അത് നിങ്ങൾ പതിവാക്കിക്കോളി എന്ന് പറഞ്ഞു. അഥവാ 11 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ തന്നെ 11 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതാൻ വേണ്ടി. ഇപ്പോൾ സുബഹി സമയത്തും മഗ്രിബിൻ്റെ സമയത്തും ഓതിയാൽ വലിയ ഫലം കാണുമെന്നും ഈ സിഹിർ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കണ്ണേറ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടി സീം വലില്ലാഹി മഹാനവറുകൾ നിർദ്ദേശിച്ചു കൊടുത്ത ഒരു അമലായിരുന്നു ഈ മുഅവ്വിദത്തൈനി 11 തവണ രാവിലെ സുബഹി സമയത്തും അതുപോലെ തന്നെ മഗ്രിബിൻ്റെ ശേഷം പതിവാക്കിയാൽ വലിയ ഫലമാണെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളത് മുറുകെ പിടിച്ചു. ഖബിൽത്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് സീം വലില്ലാഹി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തങ്ങൾക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു. അങ്ങനെ തങ്ങളെ അടുത്ത് പോകുന്ന ആളുകൾക്കും ആ നിർദ്ദേശം നൽകാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം തങ്ങളുടെ വീട്ടിൽ സീം വലില്ലാഹി മഹാനവറുകളുള്ള സമയത്ത് ഒരു ഉസ്താദും കുറഞ്ഞ കുട്ടികളും വന്നു. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ കുട്ടികൾക്ക് പഠനത്തിലൊക്കെ ഒന്ന് ഉഷാറാവാനും ഒരു കണ്ണേറ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ എന്തെങ്കിലും ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് സീം വലില്ലാഹി പറഞ്ഞു, ഇങ്ങനെ 11 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും 11 ഖുൽ അഊദു ബിറബ്ബിൻ നാസും അവർ പതിവാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അല്പസമയത്തിന് ശേഷം ഉസ്താദും പറഞ്ഞു, എനിക്കും ഉണ്ട് ബുദ്ധിമുട്ട്, എനിക്കും വലിയ പ്രയാസമുണ്ട്, അതിനും ഇവിടുന്ന് ദ്വാരക്കണം, ഇവിടുന്ന് മാറാൻ എന്തെങ്കിലും ഒന്ന് ചെല്ലാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിനും പറഞ്ഞു കൊടുത്തു, എന്നാൽ നിങ്ങളും 11 മുഅവ്വിദത്തൈനി പതിവാക്കിക്കോളി എന്നുണ്ട്. 11 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും 11 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, എനിക്കും അത് തന്നെയാണ്, കുട്ടികൾക്കും എനിക്കും ഒക്കെ ഒരേ മരുന്ന് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പം സീം വലില്ലാഹി പറഞ്ഞു, ഇതിനേക്കാൾ വലിയ മറ്റൊന്നിനെ ഞാൻ കാണുന്നില്ല. ഈ ഫലക്കിൻ്റെയും നാസിൻ്റെയും ഇതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊന്ന് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അത് തന്നെ മുറുകെ പിടിച്ചോളി, അത് മതി എന്ന് പറഞ്ഞു. പല ആളുകളോടും സീം വലില്ലാഹി ഇപ്പോൾ മടവൂരിലൊക്കെ പരിസരത്തുള്ള ആളുകളോടൊക്കെ മുഅവ്വിദത്തൈനി പതിവാക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു.
സിഹ്ർ ബുദ്ധിമുട്ട്, ഷർരിൽ വസ്വാസുൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നിൻ്റെ ബുദ്ധിമുട്ടിനും അതുപോലെ മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടിനും കണ്ണേറിനും ഇതൊക്കെ ഒരു സലാമത്തുണ്ടാവാൻ വേണ്ടി സീമലുല്ലാഹി മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമുക്കും വലിയ പ്രാധാന്യം ലഭിക്കും. അള്ളാഹു അവരുടെയൊക്കെ മദത് നമുക്ക് നിലനിർത്തി തെരുമാറാവട്ടെ. അങ്ങനെ ഒരിക്കലും തങ്ങളവറുകൾ ഒരു ബുദ്ധിമുട്ടായി, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി. തങ്ങളുടെ ഈ ശരീരത്തിൽ പുറംഭാഗത്ത് ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് വലിയൊരു അസുഖമാണ്, വലിയ പ്രയാസമുള്ള രോഗമാണ്, ഇത് ക്യാൻസറിൻ്റെ ഭാഗമാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് കീറി എടുത്ത് കളയണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സീമലുല്ലാഹി മഹാനവറുകളുടെ അടുക്കൽ തങ്ങൾ ചെന്നു, കോഴിക്കോട് ഇടിയങ്ങരയിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് തങ്ങളിങ്ങനെ പറഞ്ഞു, എൻ്റെ ഇങ്ങനെ ഈ ഭാഗത്ത് ഈ പുറത്ത് ഇങ്ങനെ ഈ ഭാഗത്തൊരു മുഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തങ്ങളിങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ സീമലുല്ലാഹി കൈവച്ചിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, അതിനി വേണ്ട, അത് പോയിക്കോളും, അതിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് തങ്ങൾക്ക് ഇങ്ങനെ തടവി കൊടുത്തു. അതോടുകൂടി ആ മുഴ കാണാതാവുകയും ആ അസുഖത്തിന് പരിഹാരമാകുകയും ചെയ്തു. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതാ പെട്ടെന്ന് മരണപ്പെട്ടു, അത് കീറിയെടുക്കണം, അല്ലാതെ ബുദ്ധിമുട്ടാണ്, ക്യാൻസറാണ്, പെട്ടെന്ന് ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞത് സീമലുല്ലാഹി മഹാനവറുകൾ ഇങ്ങനെ അവരുടെ ആ തങ്ങളുടെ പുറത്തിങ്ങനെ തടവിയിട്ട് അത് വേണ്ട, അത് പോയിക്കോളും, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 35-40 വർഷത്തിൻ്റെ ഇടയിലാണ് നടന്ന സംഭവം. സീമലുല്ലാഹി മഹാനവറുകൾ ഇടിയങ്ങരയുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ആ തങ്ങൾ വഫാത്തായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം ഒരു പ്രയാസമോ അത് സംബന്ധമായ യാതൊരു വിഷമോ ഇല്ലാത്ത രൂപത്തിൽ അൽഹംദുലില്ലാഹ് സലാമത്തായി ഒരുപാട് കാലം ഒരുപാട് ആളുകൾക്ക് അത്താണിയായി ജീവിച്ച ഒരു സയ്യിദ്, കണ്ണൂർ കക്കാട് പൂക്കോയത്തങ്ങൾ, അള്ളാഹു അവരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. സീമലുല്ലാഹി മഹാനവറുകളുമൊക്കെയായി വലിയ ബന്ധം സ്ഥാപിച്ച അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, ഇത്തരം മഹാന്മാരായ ആളുകൾ സീമലുല്ലാഹി മഹാനവറുകളുമായി ബന്ധം സ്ഥാപിച്ചവരായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഔലിയാക്കൾ തന്നെ സീമലുല്ലാഹി മഹാനവറുകളുമായി വലിയ ബന്ധമുള്ളവരായിരുന്നു. അപ്പോൾ അന്നത്തെ വടകര മുഹമ്മദാജി തങ്ങൾ, അതുപോലെ കുണ്ടൂർ ഉസ്താദ്, കക്കിടിപ്പുറം മഹാൻ, ഇങ്ങനത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ വലിയ മഹാന്മാരൊക്കെ സീമലുല്ലാഹി മഹാനവറുകളുമായി ബന്ധം സ്ഥാപിക്കുകയും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ദുആയും നേടിയവരുമായിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് ഈ ഒരവസരം സീമലുല്ലാഹി മഹാനവറുകളെ പറ്റി മനസ്സിലാക്കാനുള്ള ഈ അവസരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സീമലുല്ലാഹി മഹാനവറുകളെ മനസ്സിലാക്കാനും അവരോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാനും ഉപകാരപ്പെടുന്ന ഈ ഒരു സംരംഭങ്ങളൊക്കെ അള്ളാഹു റാഹത്തോടെ നിലനിർത്തി തരുമാറാവട്ടെ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ലൈവുകളൊക്കെ കൊടുക്കുന്ന CM മടവൂർ മീഡിയ, അൽഹംദുലില്ലാഹ് ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് സീമലുല്ലാഹി മഹാനവറുകളെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇതെന്നും റാഹത്തോടെ മഹാന്മാരുടെ പൊരുത്തത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ.